ഹലോ മക്കളെ, അപ്പോൾ നമ്മൾ അപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രൽസ് ആണ് ഇന്ന് തുടങ്ങാൻ പോകുന്നത്. അപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്നത് ചെറിയൊരു ചാപ്റ്ററാണ്. ഒരു 3-4 മാർക്ക് വെയിറ്റേജിന് മാത്രം പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ചാപ്റ്ററാണ്. വളരെ സിമ്പിളുമാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 4-5 ക്വസ്റ്റ്യൻസ്, ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഞാൻ ഷഡ്ഡപടയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തീർത്തരാം. അത് മാത്രം പഠിക്കുക, എക്സാമിന് പോയി എഴുതുക, അടിച്ചു പൊളിക്കുക. ഓക്കെ, ആ 4 മാർക്ക് മിസ് ചെയ്യരുത് ഒരു കാരണവശാലും. സിമ്പിളായിട്ട് വാങ്ങണം. ഓക്കെ അല്ലേ? പോവല്ലേ, നമ്മളെ ചാപ്റ്ററിലേക്ക് പോവില്ലടാ. കുറച്ച് കൺസെപ്റ്റുകൾ, കുറച്ച് ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ആവശ്യമുള്ളൂ. അതൊക്കെ ഞാൻ ഇവിടെ പറയുന്നുണ്ട്. ഇത് മാത്രം പഠിച്ചാൽ മതി, അത് സെറ്റാണ് കേട്ടോ. ഓക്കെ അല്ലേ? റെഡി അല്ലടാ? ഫസ്റ്റ് കുറച്ച് ഇക്വേഷൻസ്, ഇൻ്റഗ്രൽസ് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ഞാൻ പറയുന്നുണ്ട്. ഫസ്റ്റ് എക്സിൻ്റെ ഇൻ്റഗ്രൽ കണ്ടാൽ x² നമുക്ക് അറിയണേ തന്നെയാണ്. അതേപോലെ തന്നെ റൂട്ട് എക്സിൻ്റെ ഇൻ്റഗ്രൽ 2/3 എക്സ് റൂട്ട് എക്സാ. 2/3 എക്സ് റൂട്ട് എക്സ് അങ്ങനെ ഓർത്ത് വെക്കാം കേട്ടോ. റൂട്ട് എക്സിൻ്റെ ഇൻ്റഗ്രൽ 2/3 എക്സ് റൂട്ട് എക്സ്. സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ് ആണ്. കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ് ആണ്. റൂട്ട് ഓഫ് a² - റൂട്ട് ഓഫ് a² - x². എടാ, ഈ ചാപ്റ്ററിൽ നമുക്ക് ഈ പഠിക്കാനുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് കേട്ടോ ഇത്. റൂട്ട് ഓഫ് a² - x² ഇക്വേഷൻ എന്താണ്? x/2 ഇൻറ്റു റൂട്ട് ഓഫ് a² - x² പ്ലസ് a²/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് x/a. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു കാരണവശാലും മറക്കരുത്. അതേപോലെ തന്നെ ഏരിയ അണ്ടർ ദി കർവ്, ഒരു കർവിൻ്റെ താഴെയുള്ള ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താടാ? a to b f(x) dx അല്ലെങ്കിൽ ഇൻ്റഗ്രൽ a to b y dx. ഈ രണ്ട് ഇക്വേഷൻസും നിർബന്ധമായിട്ട് ഓർത്ത് വെക്കണം. ഇതൊക്കെ നിങ്ങൾ നേരത്തെ ചാപ്റ്ററിലും കൂടി പഠിച്ചത് തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ഓർത്ത് വെക്കുക, ഈ രണ്ട് ഇക്വേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏതാണ്? റൂട്ട് ഓഫ് a² - x² dx = x/2 ഇൻറ്റു റൂട്ട് ഓഫ് a² - x² പ്ലസ് a²/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് x/a. ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഇൻ്റഗ്രൽ a to b y dx എന്ന് ഓർത്ത് വെക്കുക. y ആണ് നിങ്ങൾ കണ്ടുപിടിച്ച് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. പോവല്ലേ? ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ? ഓക്കെ അല്ലടാ? ശ്രദ്ധിച്ചോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, find the area of the region bounded by the curve y² = 4x and the lines x = 1, x = 4. എടാ, x = എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തരുന്ന പോയിന്റുകളാണ് എയും ബിയും. ഏരിയൻ്റെ ഇക്വേഷൻ ഇൻ്റഗ്രൽ a to b y dx എന്നല്ലേ? ഈ എയും ബിയും ആക്കിയിട്ട് എടുക്കേണ്ടത് നിങ്ങൾ ഏതൊക്കെ പോയിന്റുകളാണ്? x = 1ഉം x = 4ഉം തന്ന പോയിന്റുകളെയാണ് നിങ്ങൾ എന്താക്കിയിട്ട് എടുക്കേണ്ടത്? എയും ബിയും ആക്കിയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, സിമ്പിൾ അല്ലേ? ഡയറക്റ്റ് അതിലേക്ക് എത്തിക്കാനുള്ള ഒരു മെത്തേഡായിട്ടോ ഞാൻ പറയുന്നത്. അതിൻ്റെ കൺസെപ്ച്വൽ ബേസ് സാധനങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ആൻസർ കിട്ടി മാർക്ക് വാങ്ങാനുള്ള കൺസെപ്റ്റ് മാത്രമേ പറയുന്നുള്ളൂ. അത് മാത്രം ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ എ എന്നുള്ളടത്ത് 1 എടുത്തു, ബി എന്നുള്ളടത്ത് എന്ത് കൊടുത്തു? 4 എടുത്തു. 1 to 4. y എന്നുള്ളത് ക്വസ്റ്റ്യനിൽ y² = 4x എന്നാണ് തന്നത്. അപ്പോൾ y കിട്ടണമെങ്കിൽ സ്ക്വയറിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി. അപ്പോൾ എന്താ കിട്ടുക? റൂട്ട് ഓഫ് 4x എന്ന് കിട്ടും. റൂട്ട് 4x റൂട്ട് 4xൽ 4ൻ്റെ റൂട്ട് പുറത്തേക്ക് എടുത്താൽ 2√x എന്ന് കിട്ടും. അതാണ് y. ആ y-നെ എടുത്തിട്ട് ഞാൻ എന്തിൽ കൊടുത്തിട്ട് കൊടുത്തോളാം? ഈ y-ക്ക് പകരം ഇട്ട് കൊടുത്തു. y = ഇൻ്റഗ്രൽ 1 to 4 2√x എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ശ്രദ്ധിച്ചോ. 2 ഇൻറ്റു 2/3 2 ഇൻറ്റു റൂട്ട് എക്സിൻ്റെ ഇൻ്റഗ്രൽ 2 എന്നുള്ളതിനെ ഞാൻ എടുത്തിട്ട് പുറത്തേക്ക് കിട്ടും. ആ 2നെയാണ് ഇവിടെ വെച്ചത്. റൂട്ട് എക്സിൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ തൊട്ട് മുമ്പത്തെ ഇക്വേഷനിൽ പറഞ്ഞിട്ടുണ്ട്. റൂട്ട് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? 2/3 എക്സ് റൂട്ട് എക്സ്. അത് ഞാനിവിടെ കൊടുത്തു. 2/3 എക്സ് റൂട്ട് എക്സ്. 2/3 എക്സ് റൂട്ട് എക്സ്. എക്സ് റൂട്ട് എക്സിന് ലിമിറ്റ് കൊടുത്തു 1 to 4 ആണ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് നേരത്തെ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ഇൻ്റഗ്രലിൽ ചെയ്ത അതേ സാധനങ്ങൾ. അപ്പർ ലിമിറ്റ് കൊടുക്കുക. ആദ്യം എക്സിനും റൂട്ട് എക്സിനും 4 കൊടുത്തു. 4√4 മൈനസ് 1√1. 4 ഇൻറ്റു റൂട്ട് 4ൻ്റെ വാല്യൂ 2 കിട്ടി. അപ്പോൾ 4 ഇൻറ്റു 2 8 ആയി. 8 മൈനസ് 1√1 എന്ന് പറഞ്ഞാൽ എന്ത് 1 തന്നെയാണ്. അപ്പോൾ 8 മൈനസ് 1 എന്ന് എന്ത് കിട്ടൂടാ? 7 കിട്ടും. 4/3 പുറത്തുണ്ട്. 4/3 ആവാനുള്ള കാരണം ഇവിടെ 2ഉം ആദ്യം ഒരു ഓൾറെഡി ഇക്വേഷനിലുള്ള ഒരു 2 ഉണ്ട്. ഈ 2/3 റൂട്ട് എക്സിൻ്റെ ഇൻ്റഗ്രൽ കണ്ടപ്പോൾ കിട്ടിയൊരു 2/3 ഉണ്ട്. ആ 2 2 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4/3 ആയിട്ടുണ്ടാവും. 4/3 ഇൻറ്റു 7 മൾട്ടിപ്ലൈ ചെയ്താൽ 28/3 യൂണിറ്റ് സ്ക്വയർ. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആടാ, മിസ് ചെയ്യരുത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കാറുള്ളതാണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലടാ? സെറ്റ് അല്ലേ? എഴുതി കൂടെ കിട്ടിക്കൂടെ? മാർക്ക് കിട്ടൂലേ? ഇത് മിസ്സാക്കുമോ? ഓക്കെ അല്ലേ? പറയടാ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഇതാ രണ്ടാമത്തേത്. ഫൈൻഡ് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദി സർക്കിൾ. സർക്കിളിൻ്റെ ജനറൽ ഇക്വേഷൻ എന്താടാ? x² പ്ലസ് y² = a² അല്ലെങ്കിൽ r². ഈ a എന്ന് പറയുന്നത് റേഡിയസുമാണ്. സർക്കിളിൻ്റെ റേഡിയസിനെയാണ് നമ്മൾ എന്താക്കിയിട്ട് എടുക്കേണ്ടതാ? എ ആക്കിയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അതാണ് ജനറൽ ഇക്വേഷൻ. ഇങ്ങനെയാണ് ഇക്വേഷൻ തന്നത്. x² + y² = 9 എന്നാണ് തന്നത്. ഈ 9 മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്തായി കൊടുക്കാം? x² + y² = 3². ജനറൽ ഫോമിലേക്ക് മാറ്റിയതാണ്. x² + y² = a² എന്നുള്ള ഫോമിലേക്ക് മാറ്റുമ്പോൾ x² + y² = 3² എന്നാക്കി മാറ്റി എഴുതി കൊടുക്കാം. ഓക്കെ, സർക്കിളിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടാൽ അപ്പോൾ ഒരു സർക്കിൾ ഒറിജിൻ സെൻറ്റർ ആയിട്ടുള്ള ഒരു സർക്കിൾ എന്ത് ചെയ്ത് കൊടുക്കുക? വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ഒന്ന് ജസ്റ്റ് ഷെയ്ഡ് ചെയ്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ ഈ ഡയഗ്രാം നിർബന്ധമായിട്ട് നിങ്ങൾ ആൻസർ പേപ്പറിൽ ഉണ്ടായിരിക്കണം കേട്ടോ, മിസ് ചെയ്യരുത്. ഈ ഡയഗ്രാം വരച്ചു കൊടുക്കുക. ഒരു
ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ത് ചെയ്യുക, ഷെയ്ഡ് ചെയ്യുക. ഈ പോയിന്റ് 3 സ്ക്വയർ ആണെങ്കിൽ ഈ എൻഡ് പോയിന്റും 3 ആയിരിക്കും. റേഡിയസ് ആണല്ലോ അത്, റേഡിയസിൻ്റെ സ്ക്വയർ ആണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ 0 മുതൽ 3 വരെ 0യും 3യും ഒന്നതിൽ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ഇനി അടുത്തത് y സ്ക്വയർ ഈക്വൽ ടു 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അതാ ഈ ഇക്വേഷനിൽ നമ്മൾ y സ്ക്വയർ ഈക്വൽ ടു 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, ഈ എക്സ് സ്ക്വയറിനെ നേരെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഇതാണ് ശരിക്കും നമ്മൾ ഇക്വേഷൻ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 3 സ്ക്വയർ എന്നാണ്. എക്സ് സ്ക്വയറിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ എന്താവും, 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നാവും. വൈ സ്ക്വയർത്തെ സ്ക്വയറിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് എന്താക്കി എഴുതി കൊടുക്കണം, വൈ ഈക്വൽ ടു എന്നുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന ഇക്വേഷൻ ആക്കി എഴുതി കൊടുക്കാം. ഓക്കെ അല്ലേ? ഈ കാണുന്ന ഇക്വേഷനെ നേരെ നമ്മളെ ഏരിയൻ്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഏരിയ ഓഫ് ദി സർക്കിൾ കാണണമെങ്കിൽ 4 ഇൻറ്റു നേരത്തെ പറഞ്ഞ ഏരിയ കാണണം. നേരത്തെ പറഞ്ഞ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ, ഇൻ്റഗ്രൽ a to b y dx എന്നുള്ളതാണ്. എടാ ഇങ്ങനത്തെ ഒരു സൈഡിൻ്റെ ഏരിയ മാത്രമല്ലേ 0 മുതൽ 3 വരെ മാത്രമേ നമ്മൾ കാണുള്ളൂ. ഇൻ്റഗ്രൽ 0 to 3 വരെയാണ് ലിമിറ്റ് കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ എത്ര പോർഷൻസ് ഉണ്ട്, 4 പോർഷൻസ് ഉണ്ട്. അപ്പോൾ 4 എണ്ണത്തിൻ്റെയും കൂടി ഏരിയ കാണുമ്പോൾ ടോട്ടൽ ഏരിയ എത്ര വരും, 4 ഇൻറ്റു എന്ന് എഴുതി കൊടുക്കണം. അപ്പോൾ 4 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to a y dx. ഈ വൈൻ്റെ വാല്യൂ ഇവിടെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ആ വൈനെ കൊടുത്തിട്ട് ഇതിൽ ഇട്ട് കൊടുത്തു. ഇൻ്റഗ്രൽ 4 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 3, 0 മുതൽ 3 വരെയാണ് വാല്യൂസ്. 0 to 3 റൂട്ട് ഓഫ് 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, റൂട്ട് ഓഫ് 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ അല്ലേ? റൂട്ട് ഓഫ് 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷനാ. ആദ്യം ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ ഇക്വേഷൻ പറഞ്ഞില്ലേ, ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ പറഞ്ഞത് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ. ഈ ഇക്വേഷനാണ് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എക്സ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ എന്നുള്ളത് 9 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 9 ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ 3. ജസ്റ്റ് ഈ ഇക്വേഷൻ ഒന്ന് എഴുതി കൊടുക്കുക. ഇക്വേഷൻ എഴുതിയതിന് ശേഷടാ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇനി ബാക്കി ഇതിൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുന്ന പരിപാടി നിങ്ങൾ ചെയ്യേണ്ട. സംഭവം സിമ്പിളായിട്ട് ഇത്ര ഇക്വേഷൻ എഴുതി കൊടുത്തതിന് ശേഷം നേരെ ഈ സെക്കൻഡ് പോർഷൻ ഉണ്ടല്ലോ 9/2 അല്ലെങ്കിൽ a സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ എന്ന് പറയുന്ന പോർഷനിൽ, ആ പോർഷനിൽ അപ്പർ ലിമിറ്റ് മാത്രം കൊടുക്കുക. ഇത് മാത്രം ചെയ്താൽ മതി. ഈ കാണുന്ന രണ്ടാമത്തെ പോർഷനിൽ എന്ത് കൊടുക്കുക, അപ്പർ ലിമിറ്റ് കൊടുക്കുക. ബാക്കിയൊക്കെ കൊടുക്കണ്ടെന്ന് ഞാൻ പറയാനുള്ള കാരണം ബാക്കിയുള്ള പോർഷനൊക്കെ 0 ആയി പോകും. ഇവിടെ 3 ഇട്ട് കൊടുത്ത് നോക്കാം. 9 മൈനസ് 3 സ്ക്വയർ ആകുമ്പോൾ എന്തായി പോകും, 0 ആയി പോകും. പിന്നെ ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ 9 മൈനസ് 0, ഇവിടെ പുറത്ത് 0 ഉണ്ട്. അപ്പോൾ 0 ഇൻറ്റു ചെയ്യുമ്പോൾ ഈ ടേം 0 ആയി പോകും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും സൈൻ ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ 0 കൊടുത്തു കഴിഞ്ഞാൽ അതും 0 ആയി പോകും. അപ്പോൾ ബാക്കി ടേമുകൾ കൊടുക്കുന്നതൊക്കെ 0 ആവും. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനിലും ഈ പോർഷൻ ഇതേപോലെ വരുന്ന എല്ലാ ക്വസ്റ്റ്യനിലും, ഈ ക്വസ്റ്റ്യനിലും ഞാൻ അതേപോലെ എലിപ്സിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ആ ക്വസ്റ്റ്യനിലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നേരെ ഈ അപ്പർ ലിമിറ്റ് മാത്രം ഈ സൈൻ ഇൻവേഴ്സിൻ്റെ ടേമില്ലേ, ഈ ടേമിന് a സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എന്ന് പറയുന്ന ടേമിന് അപ്പർ ലിമിറ്റ് മാത്രം കൊടുക്കുക. പുറത്തുള്ള സാധനം ആരാടാ, 4 ഉണ്ട്. 4 ഇൻറ്റു 9/2 അത് അതേപോലെ എഴുതി. സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിന് പകരം എന്ത് കൊടുക്കുക, 3 കൊടുക്കുക. ഇവിടെ എന്ത് കൊടുത്താൽ സൈൻ ഇൻവേഴ്സ് ഓഫ് 3/3 കൊടുത്താൽ എന്ത് കിട്ടുക, സൈൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് കിട്ടൂലേ. 3/3 കൊടുത്താൽ 1. എപ്പോഴും അത് സൈൻ ഇൻവേഴ്സ് ഓഫ് 1 എന്നാ വരിക. ഇപ്പോൾ 3/3 കൊടുത്തു നോക്കൊന്നും വേണ്ട. ഇതിന് നേരെ നിങ്ങൾ സൈൻ ഇൻവേഴ്സ് ഓഫ് 1 എഴുതിയാലും മതി. എപ്പോഴും അതിൻ്റെ ആൻസർ തന്നെയാണ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1 എന്നാണ് വരിക. സൈൻ ഇൻവേഴ്സ് ഓഫ് 1ൻ്റെ വാല്യൂ എപ്പോഴും എന്താടാ, π/2 ആണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് 1 = π/2 ആണ്. അപ്പോൾ ഈ സൈൻ ഇൻവേഴ്സ് ഓഫ് 1ന് പകരം നേരിട്ട് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, π/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 9/2 ഇൻറ്റു 4 ഇൻറ്റു 9/2 ഇൻറ്റു π/2 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് 4 ഇൻറ്റു π/9 എന്ന് കിട്ടും. ഇതിലെ ഈ 4ഉം 4ഉം എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക. ബാക്കി 9π യൂണിറ്റ് സ്ക്വയർ എന്നാണ്. 9π യൂണിറ്റ് സ്ക്വയർ. ഇതാണ് ഏരിയ ഓഫ് ദി സർക്കിൾ എന്ന് പറയുന്നത്. എടാ ഈ കാര്യം നമുക്ക് ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ ഉറപ്പിക്കാം. ഈ ആർ സ്ക്വയർ ആണെങ്കിൽ ഏരിയ ഓഫ് സർക്കിൾ കാണാനുള്ള ഇക്വേഷൻ πr² എന്നല്ലേ. πr², പണ്ട് നമ്മൾ 10ാം ക്ലാസ് പഠിച്ച ഇക്വേഷൻ πr². ആ r² എന്ന് പറയുന്നത് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്ന സാധനം തന്നെ. r² സ്ഥാനത്താണ് ഇവിടെ എന്തിനാ തന്നത്, 9 തന്നത്. ആ 9 അവിടെ ഇട്ട് കൊടുത്താൽ ശരിക്കും എന്ത് കിട്ടും, 9π അവിടുന്ന് നേരിട്ട് കിട്ടും. പക്ഷേ യൂസിങ് ഇൻ്റഗ്രേഷൻ ആണ് ഇവിടെ ചെയ്യാനുണ്ടാവുക. ആ യൂസിങ് ഇൻ്റഗ്രേഷൻ എന്ന് ക്വസ്റ്റ്യനിൽ സെപ്പറേറ്റ് തന്നിട്ടുണ്ടാവും. ഫൈൻ ഏരിയ ഇൻക്ലോസ്ഡ് ബൈ ദി യൂസിങ് ഇൻ്റഗ്രേഷൻ എന്നും കൂടി ഉണ്ടാവും അവസാനം. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യനുകളിൽ ഇനിയിപ്പോൾ അതില്ലെങ്കിലും ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്യാനുണ്ടാവുക കേട്ടോ. ഈ ചാപ്റ്ററിൽ മാത്രമേ ആ ഒരു ക്വസ്റ്റ്യൻ വരുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്യണം. ഫൈനൽ ആൻസർ കറക്റ്റ് അല്ലേന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ സൈഡിൽ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉറപ്പിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 9 തന്നാൽ 9π കാരണം, 16 തന്നാൽ 16π കാരണം, 25 തന്നാൽ 25π ആയിരിക്കും ഫൈനൽ ആൻസർ കിട്ടേണ്ടത്. അത് അങ്ങനെയല്ല കിട്ടിയെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ശരിയാക്കിയിട്ട് അവിടെ അത് ശരിയാക്കി കൊടുക്കണം. തെറ്റിച്ച് വെക്കരുത് കേട്ടോ. ക്ലിയർ അല്ലേടാ, സിമ്പിൾ അല്ലേ. ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. സിമ്പിളായിട്ട് കിട്ടൂലേ, മിസ്സാക്കുമോ? ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് ഞാൻ കേട്ടോ. ഇതിൽ നമ്മൾ അടുത്തത് എലിപ്സിൻ്റെ കണ്ടീഷനാണ് പറയാൻ പോകുന്നത്. എലിപ്സിൽ 2 തരം എലിപ്സിലുണ്ട്. എക്സ് ആക്സിസിലുള്ള എലിപ്സും ഉണ്ട്,
എക്സ് ആക്സിലുള്ള എലിപ്സിലും ഉണ്ട്, വൈ ആക്സിസിലുള്ള എലിപ്സും ഉണ്ട്. ഇനി എങ്ങനെയാണ് അത് എക്സ് ആക്സിലുള്ള എലിപ്സ് ആണോ വൈ ആക്സിലുള്ള എലിപ്സ് ആണോ എന്ന് മനസ്സിലാവുക? ക്വസ്റ്റ്യൻ കണ്ടാൽ എ സ്ക്വയർ ആയിരിക്കും എപ്പോഴും വലുതടാ. എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ബി സ്ക്വയർ ആയിരിക്കും. എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ബി സ്ക്വയർ ആയിരിക്കും. ഇതിൻ്റെ ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്നാണ്. ഇതിൻ്റെ ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1 എന്നാണ്. ഞാൻ പറഞ്ഞു എ സ്ക്വയർ ആണ് എപ്പോഴും വലുത്. അതായത് ഒരു ക്വസ്റ്റ്യനിലെ നമ്പർ ആണ് തന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെയൊക്കെ നമ്പറുകളാ തരിക നമുക്ക്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ താഴെയാണ് വലിയ നമ്പർ തന്നതെന്നുണ്ടെങ്കിൽ അത് എക്സ് ആക്സിലുള്ള എലിപ്സ് ആണ്. വൈ സ്ക്വയറിൻ്റെ താഴെയാണ് വലിയ നമ്പർ തന്നതെന്നുണ്ടെങ്കിൽ അത് എന്ത് ആക്സിലുള്ള എലിപ്സ് ആണ്? വൈ ആക്സിലുള്ള എലിപ്സ് ആണ്. ഈ ഇക്വേഷനെ വൈയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഡയറക്റ്റ് ഞാൻ എഴുതി വെച്ചതാട്ടോ. അത് ഡയറക്റ്റ് എഴുതി വെച്ചതാണ്. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കണ്ടുപിടിക്കുന്ന ഫോം അറിയുന്ന ആളുകൾ അത് ഉപയോഗിച്ചിട്ട് ചെയ്യാം. അല്ലാത്ത ആളുകൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. എക്സ് ആക്സിലുള്ള എലിപ്സ് ആണെങ്കിൽ ഈ ഇക്വേഷനും വൈ ആക്സിസിലുള്ള എലിപ്സ് ആണെങ്കിൽ എന്ത് ഇക്വേഷൻ പഠിച്ചു വെക്കുക? ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. എന്താ? ബി ബൈ എ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വൈ ഈക്വൽ ടു എ ബൈ ബി ഇൻറ്റു റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനും പഠിച്ചു വെക്കുക. നേരെ ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏരിയൻ്റെ ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കുക, ആൻസർ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് നോട്ടിലേക്ക് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ നേരെ സ്കിപ്പ് ചെയ്ത് പോയിക്കോ. ഇത് കണ്ടു നിൽക്കരുത്, വെയിറ്റ് ചെയ്യരുത്, സമയം കളയരുത്. നമുക്ക് വളരെ കുറഞ്ഞ സമയമുള്ളൂ. കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം കാര്യങ്ങൾ പഠിച്ചു തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അറിയുന്ന ആളുകൾ സ്കിപ്പ് ചെയ്യുക, അടുത്ത അറിയാത്ത പോർഷൻ പോയി പഠിക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്ത പോർഷനിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് നോക്കും. ഫൈൻഡ് ദ ഏരിയ യൂസിങ് ഇൻ്റഗ്രേഷൻ. കണ്ടോ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തരിക. യൂസിങ് ഇൻ്റഗ്രേഷൻ എന്താ? സർക്കിളിൻ്റെ ക്വസ്റ്റ്യൻ തരുമ്പോഴും ഇതേപോലെയാണ് തരിക. യൂസിങ് ഇൻ്റഗ്രേഷൻ ഞാൻ അത് തന്നിട്ടില്ലെങ്കിലും ഇതിൽ തന്നെയാണ് കാണാൻ ഉണ്ടാവുക. യൂസിങ് ഇൻ്റഗ്രേഷൻ ഫൈൻഡ് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദി എലിപ്സ് എക്സ് സ്ക്വയർ ബൈ 9 പ്ലസ് വൈ സ്ക്വയർ ബൈ 4. എക്സ് സ്ക്വയർ ബൈ 9 പ്ലസ് വൈ സ്ക്വയർ ബൈ 4. എടാ, എക്സ് സ്ക്വയറിൻ്റെ താഴെയാണോ വൈ സ്ക്വയറിൻ്റെ താഴെയാണോ വലിയ നമ്പർ? എക്സ് സ്ക്വയറിൻ്റെ താഴത്തല്ലേ വലിയ നമ്പർ? എക്സ് സ്ക്വയറിൻ്റെ താഴെ വലിയ നമ്പർ തന്നാൽ, എക്സ് സ്ക്വയറിൻ്റെ താഴെ വലിയ നമ്പർ വന്നാൽ അത് എക്സ് ആക്സിലുള്ള എലിപ്സ് ആണ്. വൈ സ്ക്വയറിൻ്റെ താഴെ വലിയ നമ്പർ വന്നാൽ അത് വൈ ആക്സിലുള്ള എലിപ്സ് ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നത് എക്സ് സ്ക്വയറിൻ്റെ താഴെയാടാ വലിയ നമ്പർ. അപ്പോൾ അത് ഏത് ആക്സിലുള്ള എലിപ്സ് ആണ്? എക്സ് സ്ക്വയറിൻ്റെ എക്സ് ആക്സിലുള്ള എലിപ്സ് ആണ്. ആ ഇക്വേഷൻ ഞാൻ ഇവിടെ ജനറൽ ആക്കിയിട്ട് എഴുതി കൊടുത്തു. ജനറൽ ഇക്വേഷൻ വൈ ഈക്വൽ ടു ബി ബൈ എ ഇൻറ്റു എങ്ങനെയാണ് ബിയും എയും ഒക്കെ കാണുക? ഇവിടെ എ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് എ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് 9 ആണെങ്കിൽ എ ഈക്വൽ ടു എന്ത് കിട്ടൂടാ? 3 കിട്ടും. ബി സ്ക്വയറിൻ്റെ സ്ഥാനത്ത് 4 ആണെങ്കിൽ ബി ഈക്വൽ ടു എന്ത് കിട്ടൂടാ? 2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? എ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് 9 ആണെങ്കിൽ എ ഈക്വൽ ടു 3യും ബി സ്ക്വയറിൻ്റെ സ്ഥാനത്ത് 4 ആണെങ്കിൽ ബി ഈക്വൽ ടു എന്തും കിട്ടും? 2 കിട്ടും. നേരെ ഈ ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. വൈ ഈക്വൽ ടു ഇക്വേഷൻ എന്താ? ബി ബൈ എ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നാണ്. ബിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കുക, എന്റെ സ്ഥാനത്ത് 3 കൊടുക്കുക. റൂട്ട് ഓഫ് എ സ്ക്വയർ എന്നുള്ളടത്ത് 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ കാണുന്ന ഇക്വേഷനെ ഇതിലേക്ക് കൊടുത്തിട്ട് കൊടുക്കുക. ഏരിയ ഓഫ് ദി എലിപ്സ് ഈക്വൽ ടു 4 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു എ. 0 മുതൽ എ വരെ ആയിരിക്കും ഇവിടെ ഇക്വേഷൻ ഉണ്ടാവുക. ഓക്കെ അല്ലേ? 0 ടു എ വൈ ഡി എക്സ്. 0 ടു എ വൈ ഡി എക്സ്. വൈ എന്ന് പറയുന്നത് ഇവിടെ കണ്ടുവച്ചില്ലടാ. ഈ വൈൻ എടുത്തിട്ട് ഇതിൽ കൊടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഈ കാണുന്ന വൈൻ ഇതിലേക്ക് കൊടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. 2/3 ഇൻറ്റു റൂട്ട് ഓഫ് 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. 2/3നെ പുറത്ത് വെച്ചു. അപ്പോൾ 2/3 4 ഇൻറ്റു 2/3 റൂട്ട് ഓഫ് 0 ടു 3 റൂട്ട് ഓഫ് 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിൽ നിങ്ങൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഉണ്ടടാ ഇതിൻ്റെ ബാക്കി സ്റ്റെപ്പ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ബുക്ക് ചെയ്തിട്ടോ. ഇവിടെ നോക്കിക്കോ, മുമ്പത്തെ ക്വസ്റ്റ്യൻ ഇത് തന്നെയല്ലേ സാധനം? ഇതേ സാധനം അല്ലേ? ഇതിൻ്റെ ഇൻ്റഗ്രൽ കണ്ടീൻ്റെ ആൻസർ ഇവിടെ നമ്മൾ എന്ത് എഴുതി വെച്ചിട്ടുണ്ട്? 9/2 ഇൻറ്റു π/2 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 9/2 ഇൻറ്റു π/2. അതേ ക്വസ്റ്റ്യനും അതേ ഇക്വേഷൻസും ആണ് അവിടെയും വന്നിട്ടുള്ളത്. അത് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് അതേപോലെ ചെയ്തു നോക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 9/2 ഇൻറ്റു π/2 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 9π/4. ഓക്കെ, 9/2 ഇൻറ്റു π/2 കൺഫ്യൂഷൻ ഉള്ളിൽ ചെയ്ത് നോക്കണം കേട്ടോ ഒറ്റക്ക്. 9/2 ഇൻറ്റു π/2. അപ്പോൾ 9 ഇൻറ്റു പൈ 9π2 ഇൻറ്റു 2 4. അപ്പോൾ 9π/4 എന്ന് ഡയറക്റ്റ് ഇതിന് പകരം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇത് നേരിട്ട് എഴുതി വെക്കരുത്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത് അതേപോലെ ചെയ്തിട്ട് എഴുതി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇത് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്ത് നോക്കിയാൽ 4ഉം 8ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 എന്ന് കിട്ടും. 3യും 9ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. 3 ഇൻറ്റു 2 ഈക്വൽ ടു 3 ഇൻറ്റു 2 ഇൻറ്റു പൈ എന്ന് വരും. 3 ഇൻറ്റു 2 എന്ത് കിട്ടും? 6π യൂണിറ്റ് സ്ക്വയർ എന്ന് കിട്ടും. 6π യൂണിറ്റ് സ്ക്വയർ എന്ന് കിട്ടും. ഏരിയ ഓഫ് എലിപ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താടാ? എ ബി പൈ ആണ് കേട്ടോ.
ഇനി അത് കറക്റ്റ് അല്ലേ എന്ന് അവസാനം ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഇക്വേഷൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. എ ബി പൈ കണ്ടാൽ എയും ബി ഒക്കെ നമുക്ക് ആദ്യം തന്നെ ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ട്. അത് മൾട്ടിപ്ലൈ ചെയ്താണ് പൈ കൊടുത്താൽ കിട്ടുന്നതായിരിക്കും അതിൻ്റെ ഫൈനൽ ആൻസർ. പക്ഷേ നിങ്ങൾ ഇതേപോലെ എന്ത് ചെയ്യണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇത് എഴുതിയിട്ട് ഫൈനൽ ആൻസർ കണ്ടുപിടിക്കണം. അപ്പോഴേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. 3 4 മാർക്കിന് എലിപ്സ് ചോദിക്കുന്ന സമയത്ത് ചില സമയത്ത് 4 മാർക്കിനും ചോദിക്കാറുണ്ട്, ചില സമയത്ത് 3 മാർക്കിനും ചോദിക്കാറുണ്ട്. സിമ്പിൾ സാധനമാണ്. നേരത്തെ ചെയ്ത അതേ സാധനം ഇക്വേഷൻ മാത്രം കൊടുത്തു വെച്ചാൽ മതി. എടാ ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ തരുന്നുണ്ടടാ, ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ ഇത് കാണുന്നുണ്ടോ? ഇതാ ഞാനൊന്ന് ഇങ്ങോട്ട് മാറ്റി എഴുതുന്നുണ്ട് ആ ക്വസ്റ്റ്യൻ. എക്സ് സ്ക്വയർ ബൈ, ശ്രദ്ധിച്ചോ, എക്സ് സ്ക്വയർ ബൈ 9 പ്ലസ് വൈ സ്ക്വയർ ബൈ 25 ഈക്വൽ ടു 1. ഹോംവർക്ക് യൂസിങ് ഇൻ്റഗ്രേഷൻ. നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കട്ടോ, ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. യൂസിങ് ഇൻ്റഗ്രേഷൻ ഫൈൻഡ് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദി എലിപ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഇക്വേഷൻ തന്നതിന് പകരം എന്ത് കൊടുക്കുക, എക്സ് സ്ക്വയർ ബൈ 9 പ്ലസ് വൈ സ്ക്വയർ ബൈ 25. എടാ ഈ കാണുന്ന ഇക്വേഷനിൽ എ സ്ക്വയർ എത്രയാ? എ സ്ക്വയർ ഈക്വൽ ടു 25 ആണ്, എ ഈക്വൽ ടു 5 ആണ്, ബി സ്ക്വയർ ഈക്വൽ ടു 9 ആണ്, ബി ഈക്വൽ ടു 3 ആണ്. എടാ എക്സ് സ്ക്വയറിൻ്റെ താഴത്താ വൈ സ്ക്വയറിൻ്റെ താഴത്താണോ വലിയ നമ്പർ തന്നത്? വൈ സ്ക്വയറിൻ്റെ താഴെയല്ലേ വലിയ നമ്പർ ഉള്ളത്? വൈ സ്ക്വയറിൻ്റെ താഴത്താണ് 25 ഉള്ളത്. അപ്പോൾ ഇത് ഏത് ആക്സിസിൽ എലിപ്സ് ആടാ? വൈ ആക്സിസിൽ എലിപ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഇല്ലേ, ഇതാ എവിടെടാ, എവിടെ? ഇതാ രണ്ടാമത്തെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഫോമിലാണ് വരിക. അപ്പോൾ എ ബൈ ബി ഇൻറ്റു റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്. ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ 0യും ബിയും അപ്ലൈ ചെയ്തിട്ടില്ലേ, 0യും ബിയും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലും നിങ്ങൾ അതേപോലെ എന്ത് ചെയ്യണടാ, ഇവിടെ നോക്കിയേ, ഈ ക്വസ്റ്റ്യനിലും നിങ്ങൾ എന്ത് ചെയ്യണടാ, 0യും ബിയും അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. 0യും ബിയും എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇവിടെ 0 ആണ്, ബിൻ്റെ വാല്യൂ ഇവിടെ എന്താടാ, ബിൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ 0 ടു ഇൻ്റഗ്രൽ 0 ടു 3 ഇൻറ്റു റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നാണ്. ബി സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ഇവിടെ 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്നാണ് ഉണ്ടാവുക. ഇതിൻ്റെ പുറത്ത് എ ബൈ ബി ഉണ്ടാവും. എ എന്ന് പറയുന്നത് ഇവിടെ എത്രയാ, 5 ആണ്, ബി എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 5/3 അതിൻ്റെ പുറത്തുണ്ടാവും. ഇൻറ്റു ടോട്ടൽ 4 ഏരിയയും കൂടി കാണണമെങ്കിൽ 4 ഇൻറ്റു 5/3 ഇൻറ്റു 5/3 റൂട്ട് ഓഫ് 0 ഇൻ്റഗ്രൽ 0 to 3 റൂട്ട് ഓഫ് 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് ഇത് കണ്ടുപിടിക്കണം. ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഫൈനൽ ആൻസർ ഞാൻ ഇവിടെ എഴുതി തരാം. ഇതിൻ്റെ ഫൈനൽ ആൻസർ അങ്ങ് കിട്ടുക 3 ഇൻറ്റു 5 15 പൈ യൂണിറ്റ് സ്ക്വയർ എന്നാണ് ഫൈനൽ ആൻസർ കിട്ടുക കേട്ടോ. അതിനല്ലേ കിട്ടിയത് എന്ന് വെരിഫൈ ചെയ്യുക. 15 പൈ യൂണിറ്റ് സ്ക്വയർ എന്ന് കിട്ടും. എളുപ്പമല്ലേടാ? സിമ്പിളല്ലേടാ? ഒന്ന് പറയടാ. ഇനി ഇതിൽ അവസാനം വരാൻ സാധ്യതയുള്ള വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ഒരുപാട് പബ്ലിക് എക്സാമുകൾക്കൊന്നും ചോദിച്ചിട്ടില്ല, എന്നാലും ഇതിൻ്റെ എല്ലാ പോർഷനും കവർ ചെയ്ത് പോയതുകൊണ്ട്, ചെറിയൊരു ചാപ്റ്റർ ആയതുകൊണ്ട് അതിലെല്ലാ പോർഷനും കവർ ചെയ്യുന്നതുകൊണ്ട് മാത്രം ഈ ക്വസ്റ്റ്യനും കൂടി ആഡ് ചെയ്തതാണ്. 1-2 പ്രാവശ്യം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമുകൾക്ക് അങ്ങാണ്ടേ ചോദിച്ചിട്ടുള്ളൂ. ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുക. ഇതും കൂടി നോക്കണം താല്പര്യമുള്ളൂ എന്ത് ചെയ്യുക, ഇതും കൂടി നോക്കുക കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോ. ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദി കർവ് y is equal to sin x ആൻഡ് ദ ലൈൻ x equal to 0, x equal to 2π. സൈൻ എക്സ് ആണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. സൈൻ എക്സിൻ്റെ ഗ്രാഫ് ഞാൻ വരച്ചു വെച്ചു. സൈൻ എക്സിൻ്റെ ഗ്രാഫ് 0 മുതൽ 2π വരെയാണ് വരക്കേണ്ടത്. 0 മുതൽ 2π വരെ വരച്ചു വെച്ചു. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സ് ആക്സിസിൻ്റെ താഴ്ഭാഗത്തേക്ക്, അതായത് വൈയിൽ നെഗറ്റീവ് ആവുന്ന ഫോമിലേക്ക് ക്വസ്റ്റ്യൻ വരുന്ന ഗ്രാഫിൻ്റെ പോർഷൻ വരുന്നുണ്ടെങ്കിൽ, ഷെയ്ഡ് ചെയ്ത ഭാഗം വരുന്നുണ്ടെങ്കിൽ, ഇവിടെ മുകൾ ഭാഗമാണ്, ഇവിടെ താഴ്ഭാഗമാണ്. മുകൾ ഭാഗത്തിൻ്റെ ഏരിയ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. താഴ്ഭാഗത്തിൻ്റെ ഏരിയ നേരിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ എപ്പോഴും നെഗറ്റീവാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും അങ്ങനത്തെ ഒരു പോർഷൻ്റെ ഏരിയ കാണുന്ന സമയത്ത് നിങ്ങൾ എന്തിട്ട് കൊടുക്കണടാ, മോഡുലസ് ഇട്ട് കൊടുക്കണം. മറന്നു പോകരുത്. ഇങ്ങനെ നെഗറ്റീവ് ഭാഗത്തേക്ക് താഴേക്കുള്ള ഏരിയ കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തിട്ട് കൊടുക്കണം, മോഡുലസ് ഇട്ട് കൊടുക്കണം. അവസാനത്തെ സ്റ്റെപ്പ് വരെ ആ മോഡുലസ് ഇട്ടിട്ട് കിട്ടുന്ന ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ആ നെഗറ്റീവിന് എന്താക്കി കൊടുത്തിട്ട് പോസിറ്റീവ് ആക്കിയതിന് ശേഷം മാത്രമേ എന്താക്കാൻ പാടുള്ളൂ, മോഡുലസിനെ ഒഴിവാക്കി കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ശ്രദ്ധിച്ചോ. സൈൻ എക്സ് ഇൻ്റഗ്രൽ ഏരിയ കണ്ടുപിടിക്കുകയാണ്. ഇൻ്റഗ്രൽ 0 to π. ആദ്യം ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഏരിയ കാണണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, പൈ മുതൽ 2π വരെയുള്ള കാണാം. ഇങ്ങനെ 2 പോർഷൻ ആക്കിയിട്ടാണ് നിങ്ങൾ അതിൻ്റെ ഏരിയ കാണാണ്ട് നേരിട്ട് ഒറ്റയടിക്ക് ഇത് മുതൽ 2π വരെ നേരിട്ട് കൊടുക്കാൻ പാടില്ല. 0 to π വരെ, 0 to π sin x dx. മോഡുലസ് ഇട്ടു, താഴേക്കുള്ള പോർഷൻ ആയതുകൊണ്ടാണ് എന്തിട്ടത്, മോഡുലസ് ഇട്ടുള്ള അതിൻ്റെ ഏരിയ എന്ത് കിട്ടൂടാ, നെഗറ്റീവ് കിട്ടും. മോഡുലസ് ഇട്ടു ഇൻ്റഗ്രൽ പൈ മുതൽ 2π വരെ, പൈ ടു 2π sin dx. sin എക്സിൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്, മൈനസ് കോസ് എക്സ് ആണ്. 0 to π മൈനസ് കോസ് എക്സ്, 0 പൈ ടു 2π. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു. അപ്പർ ലിമിറ്റ് കൊടുത്താൽ മൈനസ് കോസ് പൈ, മൈനസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നല്ലടാ, മൈനസും ഈ മൈനസും കൂടി എവിടെ ഉണ്ടാവും, പ്ലസ് ആവും, കോസ്
ലോവർ ലിമിറ്റ് കൊടുത്താൽ 0 കിട്ടി. മോഡുലസിൻ്റെ ഉള്ളിലും അതേപോലെ തന്നെ അപ്പർ ലിമിറ്റ് മൈനസ് കോസ് 2π മൈനസ് മൈനസ് വരുമ്പോൾ എന്താവും പ്ലസ് ആവും കോസ് പൈ ഇങ്ങനെ വന്നു. ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ വാല്യൂസ് കോസ് പൈൻ്റെ വാല്യൂ -1 ആടാ. അപ്പോൾ -1 വന്നാൽ ആൻസർ എന്താവും +1 എന്നാവും. അതേപോലെ തന്നെ 1 + 1 ആവുമ്പോൾ അതിൻ്റെ ആൻസർ എന്ത് കിട്ടും 2 എന്ന് കിട്ടും. മോഡുലസിൻ്റെ ഉള്ളിൽ -(cos 2π) ൻ്റെ ആൻസർ -1 എന്ന് വരും. cos 2π ആൻസർ 1 ആണ്. അപ്പോൾ -cos 2π ആകുമ്പോൾ -1 ആവും. അതേപോലെ തന്നെ cos πൻ്റെ ആൻസർ -1 ആണ്. അപ്പോൾ -1 ആകുമ്പോൾ -2 എന്നാണ് ഇത് വരിക. -2 മോഡ് -2 എന്ന് വരുമ്പോൾ ആൻസർ എന്താവും ഇവിടെ 2 എന്നാവും. മോഡ് -2 -2 എന്ന് എഴുതി കൊടുത്തു. 2 + 2 = 4 യൂണിറ്റ്സ് എന്ന് വരും. ഫൈനൽ ആൻസർ 4 യൂണിറ്റ്സ് സ്ക്വയർ എന്നാണ് ഇതിൻ്റെ മൊത്തം ഏരിയ എന്ന് പറയുന്നത്. ഓർത്ത് വെക്കടാ, ഇങ്ങനത്തെ ഒരു കർവ് സൈൻ എക്സിലാണെങ്കിലും കോസ് എക്സിലാണെങ്കിലും ഇങ്ങനെ ഒരു കർവ് എടുത്താൽ അതിൻ്റെ ഏരിയ = 2 ആയിരിക്കും. ഇനി അതേപോലെ തന്നെ അങ്ങനത്തെ ഒരു പോർഷനിൽ പകുതി ഉള്ളൂ, ഇത്ര പോർഷൻ്റെ ഏരിയ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതെന്തുമായിരിക്കും 1 യൂണിറ്റ്സും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഏരിയ ഫൈനലി കണ്ടുപിടിച്ചതിന് ശേഷം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ. ഇവിടെ മുകളിലൊരു 2 ഉണ്ട്, താഴത്തൊരു 2 ഉണ്ട്. ആ 2 കൂടി പ്ലസ് ചെയ്യുമ്പോൾ ടോട്ടൽ ഏരിയ എന്താവും ഇവിടെ 4 യൂണിറ്റ്സ് ആവും. ഓക്കെ, സിമ്പിൾ അല്ലേടാ, എളുപ്പമല്ലേ? അപ്പോൾ ഇത്രയാണടാ നമുക്ക് പഠിക്കാനുള്ളത്. വളരെ വളരെ സിമ്പിൾ സാധനങ്ങളാണ്. ഒരാകെ 4-5 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അത് വൃത്തിക്ക് പഠിക്കുക, അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ പോലും മിസ് ചെയ്യരുത്. നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ട് അടിപൊളിയായിട്ട് എക്സാം ചെയ്തു. ഓക്കെ അല്ലടാ? താങ്ക് യു സോ മച്ച്. ബൈ.